ചിരിച്ച ബന്ധുക്കൾ വയൽവാരത്ത് വീട്ടിൽ ഒന്നിച്ചുകൂടി. അവർ പറഞ്ഞു, ചെറുക്കനെ ഇങ്ങനെ വിട്ടാൽ മതിയോ, നമുക്ക് അവനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ആ അഭിപ്രായം അമ്മാവനും ആളരാശാനും കുട്ടിയമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. ശരിയാണ്, ഈ ഒറ്റയാനായ ഒരു ജീവിതത്തിൻ്റെ ഒരു മാറ്റം ആവശ്യമാണ്, നമുക്ക് അവനെ പെണ്ണ് കെട്ടിക്കാം. പിന്നെ താമസം ഉണ്ടായില്ല. മാടനാശാന്റെ സഹോദരി പുത്രി, 5 തെങ്ങിലുള്ള ആ സഹോദരി പുത്രി, ആ പെണ്ണിൻ്റെ പേര് കാളിയമ്മ. നാളിന് വേണ്ടിയിട്ട് അവർ ആ പെണ്ണിനെ ആലോചിച്ചു. ഇന്നത്തെ കാലത്ത് വരൻ ബന്ധുക്കളോടൊപ്പം പെണ്ണു വീട്ടിൽ ചെന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ഒരു ആചാരമല്ല അന്ന്. കല്യാണം കഴിക്കേണ്ട പയ്യന് പോയില്ലെങ്കിലും പയ്യൻ്റെ സഹോദരിമാരാരെങ്കിലും ചെല്ലുക, ഒരു പുടവ് എടുക്കുക, കല്യാണം നടന്നു, പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവരിക. കാളിയമ്മ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, സുന്ദരിയാണ്. പൂർണ്ണചന്ദ്രന്റെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന പരമസുന്ദരി. ചുരുക്കി പറഞ്ഞാൽ, പൂർണ്ണചന്ദ്രന്റെ പൂനിലാവും പൂത്തു ചിരിക്കുന്ന താരങ്ങളും മാനത്തിൻ മാറിലെ മാരിവില്ലിൻ 7 നിറങ്ങളും ചേർത്തൊരുക്കി. പൂർണ്ണചന്ദ്രന്റെ പൂനിലാവും പൂത്തു ചിരിക്കുന്ന താരങ്ങളും മാനത്തിൻ മാറിലെ മാരിവില്ലിൻ 7 നിറങ്ങളും ചേർത്തൊരുക്കി. രൂപം കൊടുത്തല്ലോ കാളിയമ്മയ്ക്ക് ഈ വിശ്വശില്പിതൻ തൃക്കരങ്ങൾ. രൂപം കൊടുത്തല്ലോ കാളിയമ്മയ്ക്ക് ഈ വിശ്വശില്പിതൻ തൃക്കരങ്ങൾ. പൂർണ്ണചന്ദ്രന്റെ പൂനിലാവും പൂത്തു ചിരിക്കുന്ന താരങ്ങളും മാനത്തിൻ മാറിലെ മാരിവില്ലിൻ 7 നിറങ്ങളും ചേർത്തൊരുക്കി. പൂർണ്ണചന്ദ്രന്റെ പൂനിലാവും പൂത്തു ചിരിക്കുന്ന താരങ്ങളും മാനത്തിൻ മാറിലെ മാരിവില്ലിൻ 7 നിറങ്ങളും ചേർത്തൊരുക്കി. രൂപം കൊടുത്തല്ലോ കാളിയമ്മയ്ക്ക് ഈ വിശ്വശില്പിതൻ തൃക്കരങ്ങൾ. രൂപം കൊടുത്തല്ലോ കാളിയമ്മയ്ക്ക് ഈ വിശ്വശില്പിതൻ തൃക്കരങ്ങൾ.